ഒരു ഡിഗ്രി നേടാൻ മാത്രമാണോ നിങ്ങൾ കോളേജ് തിരഞ്ഞെടുക്കുന്നത്? അതോ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്ന ഒരു ക്യാമ്പസിനെയാണോ അന്വേഷിക്കുന്നത്? ഇതാ നിങ്ങൾക്കൊരു ജെൻ-സി ക്യാമ്പസ്. അതാണ് നാക് NBA അംഗീകാരത്തോടെ 23 വർഷമായി റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സൈബർ സെക്യൂരിറ്റി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ, സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കും BCA ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BCA സൈബർ സെക്യൂരിറ്റി, BBA ഏവിയേഷൻസ്, BBA ലോജിസ്റ്റിക്സ് എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മെറിറ്റ് അലോട്ട്മെന്റിന് ആദ്യ ഓപ്ഷനായി റോയൽ കോളേജ് സെലക്ട് ചെയ്യൂ. കോളേജ് കോഡ് RCE, അക്കിക്കാവ്, പെരുമ്പിലാവ്. അഡ്മിഷനായി ഇന്ന് തന്നെ ബന്ധപ്പെടൂ. പ്രകൃതി രമണീയമായ കല്ലമ്പാറ ചോലയിലും പരിസരത്തും മാലിന്യം തള്ളിയ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുവാൻ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിലെ മിനി MCFൽ ഹരിതകർമ്മസേനാംഗങ്ങൾ തരംതിരിച്ച് സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക്, ചെരുപ്പുകൾ, കുപ്പികൾ, മരുന്നുകൾ തുടങ്ങിയ പാഴ്വസ്തുക്കളാണ് സമീപത്തെ ചോലയിലെ വെള്ളത്തിലേക്ക് തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. നിരവധി ആളുകൾ ദിവസേന സന്ദർശിക്കുന്നതും പ്രദേശവാസികൾ ശുദ്ധജലത്തിനായി ആശ്രയിക്കുന്നതുമായ ജലാശയത്തിലാണ് ഈ അനാസ്ഥ കാട്ടിയിരിക്കുന്നത്. പരിസ്ഥിതിക്കും പൊതുജനാരോഗ്യത്തിനും ഭീഷണി ഉയർത്തിയ കുറ്റവാളികളെ ഉടൻ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കുമെന്ന് 15-ാം വാർഡ് മെമ്പർ ആതിര പ്രദീപ് ഉറപ്പു നൽകി. ചോലയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ജലാശയം പൂർവ്വസ്ഥിതിയിലാക്കാനും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പരിസരത്ത് സുരക്ഷയും നിരീക്ഷണവും ശക്തമാക്കാനും പഞ്ചായത്ത് അടിയന്തര നടപടികൾ ആരംഭിച്ചു. എല്ലാവർക്കും നമസ്കാരം. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് കല്ലമ്പാറ ചോലയാണ് എന്റെ ബാക്ക് സൈഡിൽ കാണുന്നത്. ചോലയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ പഞ്ചായത്തിന് മിനി MCF തൊട്ടടുത്തുണ്ട്. അതിൽ നിന്ന് ചാക്കുകൾ എടുത്ത് ഈ വേസ്റ്റ് മുഴുവൻ ഈ ചോലയിൽ കൊട്ടിയിട്ട സ്ഥിതിയിൽ കാണുകയുണ്ടായി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആരും ഈ ഒരു പ്രവൃത്തിനെ ആവർത്തിക്കരുത്. അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഒരു ന്യൂസ് ആക്കി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 പേരെ 2-3 ദിവസം കൂലിക്ക് നിർത്തി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇത് ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ അറിയിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ് ഇപ്പത്. ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഇനി ആരും ഇത് ആവർത്തിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്.